ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു വണ്ടിയും ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റുന്ന ചില ടെക്നിക്കുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്ന ചില ടെക്നിക്കുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ സൈലോയോ അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് മോഡൽ വാഹനമൊക്കെ ഓടിക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പരിശീലനം ഒരിക്കലും സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവറുടെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങളിത് ആരംഭിക്കുക. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ആദ്യമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട്, അതായത് ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇവ മൂന്നും നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഇതിനി നിങ്ങൾക്ക് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. ABC എന്ന് ഓർക്കുക. ABC, അതായത് വലത്തെ സൈഡിൽ നിന്ന് ഇത് A ആക്സിലറേറ്റർ, B ബ്രേക്ക്, C ക്ലച്ച്. ABC ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് കൃത്യമായിട്ടും ഓർക്കുക. ഇനി നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കാല് കൃത്യമായിട്ട് നമുക്ക് ബ്രേക്കിൽ ഇങ്ങനെ ഇത് പൂർണ്ണമായിട്ട് എത്തണം. ക്ലച്ച് അമർത്തുമ്പോൾ പൂർണ്ണമായിട്ട് ക്ലച്ച് അമർത്തണം. ആ ഒരു സമയത്ത് നമ്മളുടെ ഈ ഒരു മുട്ടിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു മുട്ട പൂർണ്ണമായിട്ടും നിവർന്നിരിക്കണം. ഈ ഒരു രീതിയിലായിരിക്കണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ഒന്നെങ്കിൽ സീറ്റ് കുറച്ച് മുന്നോട്ടായിരിക്കും, അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങിയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സീറ്റിൻ്റെ അടിയിലായിട്ടൊരു ലോക്ക് ഉണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ലോക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വലത്തെ കൈ കൃത്യമായിട്ടും സ്റ്റിയറിങ്ങിന് മുകളിൽ നോക്കുക. അത് ഇങ്ങനെ വെച്ചിട്ട് ഈ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് മാറും. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റിയറിങ്ങിൽ ചെറുതായിട്ട് കൈ പിടിച്ചിട്ട് ഈ ഒരു രീതി നമുക്ക് സീറ്റ് മുന്നോട്ടും പിന്നോട്ടുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, ആവറേജ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് ലോക്ക് എടുക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ടും അമർത്താൻ കഴിയുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സീറ്റ് ബെൽറ്റ് ഇടുക. നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, ലാസ്റ്റ് വേണം സീറ്റ് ബെൽറ്റ് ഇടാൻ. സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ വലത്തെ കൈ എടുത്ത് സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് സീറ്റിൻ്റെ ലോക്ക് ഉണ്ട്, ഈ ഒരു ലോക്ക് നമ്മൾ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം മേളിൽ നിന്ന് സീറ്റ് ബെൽറ്റ് നമുക്ക് ആവശ്യാനുസരണം ഇങ്ങോട്ട് വലിച്ചെടുക്കുക. വലിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഇടത്തെ കയ്യിൽ ഈ ലോക്ക് വെച്ചിട്ട് സീറ്റ് ബെൽറ്റിൻ്റെ ഈ ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ സീറ്റ് ലോക്കായി. നിങ്ങൾ നോക്കുക, ഈ ഒരു രീതിയിലാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടത്. ഇനി ഇട്ടതിന് ശേഷം ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. എപ്പോഴും ഒരു വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നത് ഒരു ഗിയറിലായിരിക്കും, ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ. ഇതിങ്ങനെ പാർക്ക് ചെയ്ത് ഗിയറിലിടുന്നതിൻ്റെ പിന്നിലെ കാര്യം, വാഹനം ഒരിടത്ത് ഒരു കയറ്റത്തോ അല്ലെങ്കിൽ ഒരു ഇറക്കത്തോ കിടക്കുന്ന സമയത്ത് വണ്ടി ഉരുണ്ടു പോകാതിരിക്കാനായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഗിയറിൽ പാർക്ക് ചെയ്യുന്നത്. ഒരു കയറ്റത്താണ് വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കും. ഒപ്പം ഇത് ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് ഓണായിട്ട് കിടക്കും. ഇനി ഒരു ഇറക്കത്താണ് വാഹനം ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ റിവേഴ്സ് ഗിയർ കിടക്കും. ഇപ്പം ചെറിയൊരു മുന്നോട്ടൊരു ഇറക്കത്താണ് വാഹനം കിടക്കുന്നത്, ചെറിയൊരു സ്ലോപ്പാണ്. അതുകൊണ്ട് ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ഒപ്പം ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ബാക്കിലേക്കുള്ള പിടുത്തത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകത്തില്ല. അതിനാണ് നമ്മളിങ്ങനെ ഗിയറിൽ വാഹനം പാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്ന അവസരങ്ങളിൽ ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്കേ വെക്കണം. കാരണം നമ്മൾ ബ്രേക്ക് വെക്കാതെയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ ക്ലച്ച് അമർത്തുമ്പോൾ വാഹനം മുന്നോട്ടോ പിന്നോട്ടോ എങ്ങോട്ടാണോ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് ബ്രേക്കേ കാല് വെക്കുന്നു. അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുന്നു. ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്തിയതിന് ശേഷം നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ നമുക്കൊന്നെങ്കിൽ ന്യൂട്രാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യാം. പുതിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ന്യൂട്രാക്കാതെ ക്ലച്ച് അമർത്തിയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പഴയ വാഹനമാണെങ്കിൽ നമുക്ക് ന്യൂട്രാക്കി ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലച്ച് അമർത്തുന്നേ ഉള്ളൂ. ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്തായിട്ട് വാഹനത്തിൻ്റെ കീ ഇടാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ വാഹനത്തിൻ്റെ കീ ഇടുന്നു. അതിനുശേഷം 1 തിരിക്കുന്നു, 2 തിരിക്കുന്നു, മൂന്നാമത്തേതിന് വാഹനം സ്റ്റാർട്ടാണ്. ഇപ്പോൾ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായി. ഇനി നമ്മൾ പുതിയ ഒരു വാഹനമാണെങ്കിൽ ക്ലച്ച് ബ്രേക്ക് ചവിട്ടുക, പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഈ ഒരു ഭാഗത്ത് കാണും. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി ഞാൻ ജസ്റ്റ് ഗിയർ ഒന്ന് പറഞ്ഞു തരാം.
ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നത്. ഗിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് മേളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഗിയർ ന്യൂട്രലായി. അതായത് ഈ സെൻട്രൽ പൊസിഷനിൽ പൂർണ്ണമായിട്ടും ഉള്ളത് ന്യൂട്രലാണ്. ഈ ന്യൂട്രലിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ വീഴുന്നു. ഇനി സെക്കൻഡ് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് നമ്മളൊന്ന് താഴോട്ടിട്ടാൽ ന്യൂട്രൽ വീഴുന്നു. ന്യൂട്രലിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക, താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ വീഴുന്നു. ഇനി തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും മേളിലേക്ക് ഒന്ന് ഇടുക, അപ്പോൾ വീണ്ടും ന്യൂട്രൽ വരുന്നു. ഈ ഗിയർ ലിവർ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട്, അതായത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കൂടുതൽ പോകാതെ സെൻറ്റർ ആക്കിയിട്ട് മേളിലേക്ക് ഇട്ടാൽ തേർഡ് വീഴും. ഇനി വീണ്ടും നമുക്ക് ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴോട്ട് ഇടുക, അപ്പോൾ ന്യൂട്രൽ വീഴുന്നു. ന്യൂട്രലിൽ നിന്ന് ലിവർ സെൻറ്റർ ആക്കിയിട്ട് താഴോട്ടിട്ടാൽ ഫോർത്ത് ഗിയർ വീഴുന്നു. വീണ്ടും ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോർത്തിൽ നിന്ന് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രൽ വീഴുന്നു. റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ട്, അതായത് ഇങ്ങനെ റൈറ്റ് ചേർത്തിട്ട് ന്യൂട്രൽ വന്നിട്ട് റൈറ്റ് ചേർക്കുക, മേളിലേക്ക് ഇട്ടാൽ ഫിഫ്ത്ത് ഗിയർ വീഴുന്നു. ഇനി റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ന്യൂട്രൽ വന്നതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് വരിക, അതിനുശേഷം താഴോട്ട് ഇടുക, അപ്പോൾ റിവേഴ്സ് ഗിയർ വീഴുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ന്യൂട്രൽ ഇട്ടേക്കുകയാണ്, ഈ സെൻറ്റർ പൂർണ്ണമായിട്ടും ന്യൂട്രലാണ്. ഈ ന്യൂട്രലിൻ്റെ മേളിലായിട്ട് 3 ഗിയറുകളുണ്ട്, ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്. ഇനി ന്യൂട്രലിൻ്റെ താഴെയായിട്ട് 3 ഗിയറുകളുണ്ട്, സെക്കൻഡ്, ഫോർത്ത്, റിവേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രൽ വന്നതിന് ശേഷമേ ഏത് ഗിയറിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നിങ്ങൾ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമായിട്ട് നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൽ നിന്ന് ഗിയറിനെ കുറിച്ച് കൃത്യമായിട്ടും ഈ ഒരു രീതിയിൽ മനസ്സിലാക്കുക. ഇനി നമുക്ക് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഒരു സംശയം ഉണ്ടാകും, എന്തിനാണ് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗിയർ ഇടുന്നത്. ക്ലച്ച് ചവിട്ടാതെയാണ് നമ്മൾ ഗിയർ ഇടുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വാഹനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ ഓൾറെഡി കണക്റ്റ് ആകുമ്പോഴാണ് ഒരു വാഹനം റൺ ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന അവസരങ്ങളിൽ എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആണ്. പക്ഷേങ്കിൽ ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും ഒരുമിക്കും. അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ഗിയർ ബോക്സ് വഴി കണക്ട് ചെയ്ത് വീലുകളിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷനെ വാഹനം നിർത്തുന്ന സമയത്ത് കട്ട് ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ബ്രേക്ക് മാത്രമാണ് ചവിട്ടിയിട്ട് വാഹനം നിർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ വണ്ടി എഞ്ചിൻ അടിച്ച് ഓഫായി പോകും. അപ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ കട്ട് ഓഫ് ആക്കാനായിട്ടാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് അമർത്തി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ക്ലച്ച് അമർത്താതെ ജസ്റ്റ് ബ്രേക്ക് വെച്ചിട്ടാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, പഴയ വാഹനമൊക്കെ ആണെങ്കിൽ ഓൾറെഡി എഞ്ചിനും ഗിയർ ബോക്സും കണക്ട് ചെയ്ത് കിടക്കും. പെട്ടെന്ന് വണ്ടി മുന്നോട്ട് ചാടി ഓഫായി പോകും. അപ്പോൾ എപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്താലും പൂർണ്ണമായിട്ട് ക്ലച്ചും ബ്രേക്കും അമർത്തിക്കൊണ്ട് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഹാൻഡ് ബ്രേക്കിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം മേളിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ഒരു ലോക്ക് അഴിഞ്ഞ് കിട്ടും. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അത് നമുക്ക് അഴിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ അഴിയുന്നത്. നമ്മളല്ലാതെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇത് അഴിയില്ല. ഇത് ഇങ്ങനെ ഒന്ന് മേളിലേക്കൊന്ന് വലിക്കുന്നു, ആ ഒരു സമയത്ത് ഈ ലോക്ക് അഴിയുന്നു. ഓക്കെ, അതിനുശേഷം ഈ ലോക്ക് ഞെക്കി പിടിച്ചിട്ട് താഴോട്ട് താക്കുന്നു. ഇപ്പോൾ ഹാൻഡ് ബ്രേക്കും റിലീസായി. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ബ്രേക്കാണ്. അതായത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ ബാക്കിലെ 2 വീലുകളിലേക്ക് ഒരു ബ്രേക്ക്, അതായത് ഒരു കേബിൾ വഴിയുള്ള ഒരു ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് റിലീസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി നമ്മൾ മൂവ് ആക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡിന് ഡ്രമ്മിനൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാകും. അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയക്കുക. കാലയക്കുമ്പോൾ തന്നെ വണ്ടി മെല്ലെ മൂവ് ആകും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ഓക്കെ, ഞാൻ ക്ലച്ച് ചെയ്യുന്ന മെല്ലെ അയക്കുമ്പോൾ വണ്ടി മൂവ് ആകുന്നുണ്ട്. ഒപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. നമുക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കുറവാണെങ്കിൽ ക്ലച്ച് നയിക്കുന്നതിനോടൊപ്പം തന്നെ പതിയെ ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് വാഹനം ഈ ഒരു രീതിയിൽ മെല്ലെ മുന്നോട്ട് മൂവ് ആക്കാം. ഇപ്പോൾ വാഹനം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയറിൽ എടുക്കണം. ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോർക്ക് കൂടിയ ഗിയറാണ്. അതൊരു കയറ്റത്ത് എടുക്കുമ്പോൾ, ഒരു നിർത്തിയ വാഹനത്തെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലെ നമുക്ക് സാധ്യമാകത്തുള്ളൂ. സെക്കൻഡ് ഗിയറോ തേർഡിലോ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നമുക്ക് മൂവ് ആക്കാനായിട്ടുള്ള ഒരു പവർ, ശേഷിക്കുറവ് സെക്കൻഡിനും തേർഡിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുക്കുന്നത്. ഇനി വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടി റണ്ണിങ് ആണെങ്കിലാണ് നമ്മൾ അടുത്തൊരു ഗിയർ കൊടുക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ഇപ്പോൾ വണ്ടിക്ക് മൂവ് ആയി, ഏകദേശം ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ ഇപ്പോൾ വണ്ടി പോവാണ്. ഈ ഒരു സമയത്ത് വണ്ടി മൂവ്മെൻറ്റിലാണ്. ആ ഒരു സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ ജസ്റ്റ് കുറയ്ക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്തുക. അപ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ കട്ട് ഓഫ് ആകും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചേർത്തിട്ട് സെക്കൻഡ് ഇടുക. സെക്കൻഡ് ഇട്ടതിന് ശേഷം മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലേക്ക്, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വീഴും. ഇനി നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഓക്കെ, ഇത് നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഫസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും സെക്കൻഡ് ഇടേണ്ടത്. വീണ്ടും ഞാൻ ഇപ്പോൾ സെക്കൻഡിൽ പോകുന്നു. ഇനി ഞാൻ തേർഡ് ഗിയറും കൂടി ഇട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുക. ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, അതിനുശേഷം ക്ലച്ച് ഔട്ടുന്നു, വീണ്ടും തേർഡ് ഗിയർ കൊടുക്കുന്നു. കണ്ടില്ലേ?
ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് പോകുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ ഗിയറും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ മുന്നോട്ട് ഗിയർ മാറി നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ തേർഡിലാണ് പോകുന്നത്. ഇനി ഞാൻ ഫോർത്ത് കൊടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ചെറിയൊരു കയറ്റമാണ് ഇപ്പോൾ തേർഡിൽ കയറി പോകുന്നത്. ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഈ ഒരു കയറ്റം ഒന്ന് മാറി ഇപ്പോൾ ഏകദേശം റോഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണ്. വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് നല്ല രീതിയിൽ മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കുക. ഓക്കെ, വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ആവറേജ് റോഡ് സ്ട്രെയിറ്റ് ആയെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആക്സിലറേറ്റർ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക, ക്ലച്ച് ഔട്ടുക, ഫോർത്ത് ഗിയർ കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പം നാലാമത്തെ ഗിയറിലേക്ക് വാഹനം വന്നു. ഇനി വണ്ടി നമുക്ക് നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മെല്ലെ ബ്രേക്കേ വരിക, ഒപ്പം എന്ത് ചെയ്യണം? ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുക. ഇതേ അപ്പം നമുക്കൊരു വാഹനം എഞ്ചിൻ ഓഫ് ചെയ്യാതെ നിർത്താൻ കഴിയും. നമ്മൾ ബ്രേക്ക് മാത്രമാണ് അമർത്തുന്നതെങ്കിൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫ് ആവും. അപ്പം നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ക്ലച്ചും കൂടെ ആ ഒരു സമയത്ത് ബ്രേക്കിനോടൊപ്പം അമർത്തുക. ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. ഇനി നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് ഗിയറിൽ എടുത്താൽ വണ്ടി നീങ്ങത്തില്ല. അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ന്യൂട്രാക്കിയിട്ട് നേരെ ചേർത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഒപ്പം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക, അതിനോടൊപ്പം ആക്സിലറേറ്ററും കൂടെ കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ആകുന്നു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഫോർത്ത് ഗിയർ വരെ ഇടുന്നത് മനസ്സിലായി. ഇനി നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമ്മൾ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഗിയറിൽ പോകുന്നു. ഇപ്പം ഞാൻ കാണിച്ചു തരാം. സെക്കൻഡിൽ നിന്ന് വീണ്ടും തേർഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഫോർത്ത് ഗിയർ കൊടുത്തു. ഞാനിങ്ങനെ ഫോർത്ത് ഗിയർ കൊടുത്ത് പോകുന്നു. ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഗിയറിൽ വണ്ടി പോകുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഫോർത്ത് ഗിയറിൽ ഞാനിങ്ങനെ കാല് കൊടുത്ത് പോയിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് വരുന്നില്ല, അല്ലെങ്കിൽ മുന്നിൽ ചെറിയൊരു കയറ്റം വരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫോർത്തിൽ നിന്ന് ക്ലച്ച് ഔട്ടിയിട്ട് തേടിയിട്ട് കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ ടോർക്ക് കൂടിയ ഗിയറിലേക്ക് വരും, അതായത് കുറച്ചും കൂടെ പവർ കൂടിയ ഗിയറിലേക്ക് വരും. വീണ്ടും നമ്മൾ തേർഡ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുത്ത് നോക്കുക. വണ്ടി കയറുന്നില്ലെങ്കിൽ ഇതുപോലെ മുന്നിൽ ഒരു കയറ്റം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അഡ്വാൻസ് ക്ലച്ച് ഔട്ടിയിട്ട് സെക്കൻഡ് കൊടുക്കുക. സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലേക്ക് വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുക. ആക്സിലറേറ്റർ കൊടുത്തിട്ട് വണ്ടി മൂവ് ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ആക്സിലറേറ്റർ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ക്ലച്ച് ഔട്ടി വീണ്ടും ഫസ്റ്റ് കൊടുക്കുക. അപ്പം വാഹനം ഏറ്റവും ടോർക്കുള്ള ഗിയറിൽ കയറും. ഇത് കൂടുതലും നല്ല കയറ്റങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. പ്രധാനമായിട്ടും നിങ്ങൾ ഒരു ബിഗിനേഴ്സ് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഗ്രൗണ്ടിലിട്ട് വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ പിച്ച വെച്ച് വളരുന്ന സമയത്ത് എണീറ്റ് നിൽക്കും, വീഴും, ഇങ്ങനെയാണ് അവർ വളരുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി എങ്ങനെ മുന്നോട്ട് മൂവ് ആക്കാം, എങ്ങനെ ഒരു വണ്ടി പെട്ടെന്ന് നിർത്താം എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പിന്നീട് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓടിച്ചൊരുവിധ ഐഡിയ കിട്ടിയതിന് ശേഷം പിന്നെ ഓരോ ഗിയറും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുക. ഓരോ ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ഓരോ ഗിയർ മുന്നോട്ടിട്ട് ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് പിന്നീട് വാഹനത്തിന് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഫിഫ്ത്ത് ഗിയർ വരെ മുന്നോട്ട് ഗിയർ ഇട്ട് ഓടിക്കാം. പിന്നീട് നമ്മൾ പോകുന്ന സമയത്ത് ചെറിയ കയറ്റങ്ങളാണ് വരുന്നതെങ്കിൽ ഫിഫ്ത്തിൽ പോകുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫോർത്ത് കൊടുക്കുക. ഫോർത്തിലും പോകുന്നില്ലെങ്കിൽ വീണ്ടും തേർഡ് കൊടുക്കുക. തേർഡിലും പോകുന്നില്ലെങ്കിൽ സെക്കൻഡ് കൊടുക്കുക. സെക്കൻഡിലും പോകുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇതാണ് ബേസിക് ആയിട്ട് ഒരു വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. ഓക്കെ, ഇനി നിങ്ങൾ വണ്ടി എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു കയറ്റത്താണ് വാഹനം നിർത്തിയിരിക്കുന്നത്. എനിക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ഓൾറെഡി ഏറ്റവും വലിയ ഗിയറിൻ്റെ പിടുത്തം വന്നു, വണ്ടിക്ക് മുന്നോട്ട് പോകുന്ന ആ ഗിയറിലേക്കാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് നമ്മൾ മുകളിലേക്ക് ഇടുക. ഈ ഒരു രീതിയിൽ ഹാൻഡ് ബ്രേക്ക് ഇടുക. ശേഷം എന്ത് ചെയ്യണം? നമ്മൾ വാഹനത്തിൻ്റെ കീ പൂർണ്ണമായിട്ട് ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം കീ എല്ലാം എടുത്തതിന് ശേഷം ലാസ്റ്റ് വേണം നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും നിന്നും കാല് അയച്ചു മാറ്റുവാനായിട്ട്. അപ്പം ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് കരുതുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ, ഗിയർ, ഹാൻഡ് ബ്രേക്ക്, സ്റ്റിയറിംഗ് കൺട്രോള്, ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ്, റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ്, ഫ്രണ്ട് ജഡ്ജ്മെൻറ്റ്, പാർക്കിംഗ് ടിപ്സ്, അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു 430-440 വീഡിയോകളുണ്ട്. ബാക്കി വീഡിയോകളും കൂടെ എല്ലാവരും ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തരുന്നത് എൻ്റെ ബ്രദറാണ്. ബ്രദറിന് പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.